ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക മീഡിയയുടെ അപ്പോസ്തോലിക ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവെഴുത്ത്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയരെ, ആത്മാവില്ലാത്ത ശുശ്രൂഷ പുറം രൂപമുണ്ടാവും, പക്ഷേ അതിന് ജീവനുണ്ടാകുകയില്ല. എന്നാൽ ജീവനുള്ള ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ തേജസ്സേറിയ ശുശ്രൂഷ. യെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ ലഭിച്ചത് ആത്മാവ് വന്നപ്പോഴാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ജീവനുണ്ട്. അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതിൽ ചില മാറ്റങ്ങളാണ്: 1, പാപബോധം ഉണ്ടാവും; 2, മാനസാന്തരം ഉണ്ടാവും; 3, രോഗശാന്തിയും വിടുതലുകളും ഉണ്ടാവും; 4, ആത്മീയ വളർച്ചയുണ്ടാവും; 5, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. ആത്മാവിൻ്റെ ശുശ്രൂഷ തേജസ്സേറിയതാണ്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ അവിടെ സംഭവിക്കും. എന്നാൽ ഈ തേജസ്സേറിയ ശുശ്രൂഷയുടെ കേന്ദ്രം അത് ക്രിസ്തുവാണ്. 2 കൊരിന്ത്യർ 4:5 പറയുന്നു, ഞങ്ങൾക്ക് തന്നെയല്ല, യേശു ക്രിസ്തുവിനെ കർത്താവായി പ്രസംഗിക്കുന്നു. ഇന്നത്തെ വലിയൊരു അപകടം ശുശ്രൂഷകനെ ഉയർത്തി കാണിക്കലാണ്. യോഹന്നാൻ 3:30 പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ലക്ഷ്യം ആളുകളെ തൻ്റെ അടുക്കലല്ല, ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 3:18 തേജസ്സേറിയ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ രൂപാന്തരം എന്ന് പറയുന്നത് ഒരു പുറം മാറ്റമല്ല, ഹൃദയത്തിൻ്റെ മാറ്റമാണ്. രൂപാന്തരം എന്നത് ഒരു പുറം മാറ്റമല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? ഒരു കോപിയായ മനുഷ്യൻ രൂപാന്തരപ്പെട്ടാൽ അവൻ സൗമ്യനാവും. ഒരു പാപി മനസ്സ് രൂപാന്തരപ്പെട്ടാൽ വിശുദ്ധനാവും. ഒരു നിരാശയുള്ളവൻ മാനസാന്തരപ്പെട്ടാൽ പ്രത്യാശയുള്ളവനാവും. ഒരു ബന്ധിതനായവൻ മാനസാന്തരപ്പെട്ടാൽ അവൻ സ്വതന്ത്രനാവും. അതുകൊണ്ട് പ്രിയരെ, ഗലാത്യർ 5-ാം അധ്യായം 12 മുതൽ 22 മുതൽ 23 വരെയുള്ള തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആത്മാവിൻ്റെ ഫലങ്ങൾ രൂപാന്തരത്തിന് തെളിവുകളാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലം അവിടെ നമുക്ക് രൂപാന്തരപ്പെടുവാൻ, ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ വലിയൊരു പങ്ക് വഹിക്കുന്നു. അടുത്തായിട്ട്, തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വിശുദ്ധി ആവശ്യമാണ്. 2 തിമോഥെയോസ് 2:21 പറയുന്നു, ആരെങ്കിലും തന്നെത്താൻ ശുദ്ധീകരിച്ചാൽ അവൻ ബഹുമാനമുള്ള ഒരു പാത്രമാവും. അപ്പോൾ അഭിഷേകത്താൽ വലിയതാണ് വിശുദ്ധി. സങ്കീർത്തനം 24:3-4 വാക്യത്തിൽ, ശുദ്ധഹൃദയനും നിർമ്മലത കൈക്കൊള്ളുവനും യഹോവയുടെ പർവ്വതത്തിൽ കയറും. ദൈവം കഴിവിനേക്കാൾ സ്വഭാവത്തെയാണ് വിലമതിക്കുന്നത്. ഇപ്പൊ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വിലയുണ്ട്. 2 കൊരിന്ത്യർ 4:7 പറയുന്ന ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾ, എല്ലാ പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യുവാൻ ഈ ശുശ്രൂഷ നമുക്ക് ഏറ്റെടുത്ത് മഹത്വപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും.
അതുകൊണ്ട് 1 കൊരിന്ത്യർ 10:31 തേജസ്സേറിയ ശുശ്രൂഷയുടെ ലക്ഷ്യം നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വത്തിനായി ചെയ്യും. ഓക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വേദികളില്ല, വലിയ പേരില്ല, വലിയ കോൺഗ്രിഗേഷൻ ഇല്ല. എന്നാൽ യഥാർത്ഥ വിജയം നമുക്ക് ക്രിസ്തുവിൽ ലഭിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4:11 പറയുന്ന മഹത്വവും ബഹുമാനവും ശക്തി ലഭിപ്പാൻ നീ യോഗ്യൻ. പ്രിയരെ, ഇന്ന് തേജസ്സേറിയ ശുശ്രൂഷയിൽ ഓരോരുത്തരെയും കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് ആത്മപ്രവർത്തിയിൽ എല്ലാവർക്കും സജീവമായിട്ട് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവകൃപയിൽ മഹത്വപൂർണ്ണമായി നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.